ആഘോഷിക്കണ്ടേ? ഇന്നേക്ക് 8 ദിവസമല്ലേ ആയുള്ളൂ. ഇനിയുണ്ട് 5-6 ദിവസം. നമുക്ക് ഈ പ്രാവശ്യം ഓണമൊന്നും വേണ്ട മോനെ. അച്ഛാ, ഈ അമ്മ എന്തേ പറയുന്നേ? നമ്മള് വീട്ടിൽ ഇരിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടുകാർക്കും കൂടെ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഓണാഘോഷം നമ്മുടെ ടിവിയിലും മൊബൈലിലും ഒക്കെ ആയി തീർക്കുക. എന്റെ ഉണക്കോടി എങ്ങനെയുണ്ട്? കൊള്ളാലോ. എന്റെയോ? നിന്റെ വലിയ മെച്ചൊന്നുമില്ല. നിന്റെ വലിയ മെച്ചൊന്നുമില്ല കേട്ടോ. മക്കളെ, ഇത് അറിയാനും പെറുക്കാനൊക്കെ ഒന്ന് വന്നേ. കണ്ണാടിയിലെ മുമ്പിൽ നിന്ന അമ്മേ, എന്റെ കൂട്ടുകാരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ പൂ പറിക്കാൻ പോവാട്ടോ. പോവാണേ. അല്ലെങ്കിലും ഒരിടത്തിന് ആവശ്യത്തിന് കിട്ടൂല, എന്തെങ്കിലും ചെയ്യും. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നുരയിടുമലയിൽ നമുക്കു തുഴയാനം വിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്. അനകാലി ചണ്ടിച്ചങ്കരി ഭോർക്കലി മാർക്കിനി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കരിയണമേ. പറമേളം ചെണ്ടച്ചെങ്കില ധിക്കിണി മദ്ദള മരമണികിണികിണി പലതാളം തക്കിടകിട തകത ചുമടുകളിൽ ഒരു ഞൊടിയുടെ പേരരുത് ഹോയ് അമ്മ ഹോയ് ഹോയ്. അടവുകളുടെ ചുടുപകിടകൾ ഉരുളണ ഒരുവരം ഇനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി. അമ്മേ, ഞാൻ എൻ്റെ കൂട്ടുകാരിയെ വിളിച്ചിട്ട് വരാം.
ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു ഓണം കൂടി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ചിലതുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ നാടിനു വേണ്ടി ഈ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് കഴിയുന്ന ഒരുപറ്റ മലയാളികളെ നമുക്ക് ഓർമ്മയുള്ളവരാകാം. കരുതലോടെ ആഘോഷിക്കാം ഈ ഓണക്കാലം. എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ.